ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയ ഉച്ചക്കത്തെ ഫുഡും അതുപോലെ തന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി കബൺ പാർക്കിലും പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായി കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ ബിരിയാണിയാണ് അന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വലിയ ചെമ്മീനാകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇങ്ങനെ ഹോൾസ് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മസാല പൊടികളൊക്കെ ഇതിൽ നന്നായി തന്നെ പിടിച്ചോളും. അല്ലെങ്കിൽ ഇത് മസാല പിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതൊരു 1/2 hour ഒക്കെ ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് മാറ്റി വെക്കുകയാണ് ഞാനിവിടെ. അങ്ങനെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ടൈമിൽ ഞാൻ ബിരിയാണിക്കുള്ള റൈസിന് ബസ്മതി റൈസാണ് എടുത്തത്, ഇന്ത്യ ഗേറ്റിൻ്റെ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മളൊരു അരമണിക്കൂറോളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കണം. ഞാൻ എപ്പോഴും കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കാറ്. നമ്മൾ വെള്ളത്തിലിട്ട് അതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ അരി ഇങ്ങനെ പൊട്ടി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ദമ്മിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണ്. കുറച്ച് ഓണിയൻസ് വേണം, അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂസും നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറ്റി വെക്കണം. ആ സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ ഓണിയൻസും ഫ്രൈ ചെയ്യാനിട്ടത്. അതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഞാൻ മുമ്പേ തന്നെ ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിനൊരു സെക്കൻഡ് കോട്ടിംഗ് മാരിനേഷൻ പോലെ ചെയ്യുകയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനിൽ ഒന്നുകൂടി ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കഴിക്കേണ്ട ടൈമിൽ ചൂടോടുകൂടി ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചു. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ ഒരു കളറായിട്ട് വേണം നമുക്ക് കോരി മാറ്റാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും അതുപോലെ കുറച്ച് ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ടതും പിന്നെ മല്ലിയില, പുതിനയില പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ലാസ്റ്റ് ദമ്മിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മസാല തയ്യാറാക്കണം ബിരിയാണിക്കുള്ള. അതിന് ഞാൻ ഈ ഒരു സെയിം ബാക്കി വന്ന ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ദമ്മിന് ആവശ്യമായ വലിയൊരു പാത്രം ഉണ്ടല്ലോ, ആ ഒരു പാത്രത്തിലാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അളവെടുക്കാറ് എത്ര ആളുണ്ട് അത്രയ്ക്ക് പിടി ഉള്ളിയാണ് ഞാൻ എടുക്കാറ്. ഇപ്പോൾ 4 ആളുള്ളത് കൊണ്ട് 4 പിടി സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ വേറൊരു പാൻ വെച്ച് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് ഓയിൽ വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ മസാലയിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് വരും. നമ്മൾ അധികം ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടിരുന്ന മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ അതിൽ ബാക്കി വന്നിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും ബിരിയാണിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയും പിന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്താണ്. ഗരം മസാല നമ്മൾ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞാനൊരു ടിപ്പും കൂടിയുണ്ട്. ഈ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ നമ്മൾ ബിരിയാണിക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഫ്രൈ ചെയ്ത ടൈമിൽ 3 ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇത് ഞാൻ ഗീ റൈസ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിൽ ഗീ റൈസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബീഫ് ബിരിയാണീൻ്റെ ആ ഒരു റെസിപ്പിയിലുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതിൽ ഞാൻ വീഡിയോ ലെങ്തി ആണെന്ന് കരുതി പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സ്പൈസസൊക്കെ മാറ്റി ഈ ഒരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ദം ചെയ്ത് കൊടുക്കുന്നത്. ദം ചെയ്യുന്നതും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബിരിയാണി റെസിപ്പി നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മസാല വെച്ച പാത്രം എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഗീ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് നമ്മളിതിൽ കളറാക്കി ആഡ് ചെയ്യുന്നത്. ബിരിയാണിക്ക് ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ചിട്ട് കൊടുക്കും. പിന്നെ അടുത്ത ലെയർ ഗീ റൈസ് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മളിങ്ങനെ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വെച്ചു. ഇനി അടുത്തതായി ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കന് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി വെന്ത ചിക്കനെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആകുന്ന ടൈമിൽ നമ്മുടെ ദം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എടുത്തു. അപ്പോഴത്തും ഇനി നമുക്ക് ഇപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. നമ്മൾ ആദ്യം മുകളിലുള്ള ഗീ റൈസ് സെപ്പറേറ്റ് നമ്മൾ ചോറുണ്ടാക്കിയ പാത്രത്തിലേക്ക് മാറ്റി, അതിന് ശേഷം അടിയിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് പ്ലേറ്റിലിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗീ റൈസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു റൈത്ത ഉണ്ടാക്കിയിരുന്നു. ജസ്റ്റ് സിമ്പിളായിട്ട് ക്യാരറ്റും അതുപോലെ കുറച്ച് കുക്കുംബറും കൂടി തൈരിലിട്ടിട്ടുള്ള റൈത്തയാണ്. അപ്പോൾ അത് സെർവ് ചെയ്തു. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയായി, എല്ലാവരും കഴിക്കാനിരുന്നു. അപ്പോൾ ലഞ്ചിന് ശേഷം ഡെസേർട്ട് ഞാൻ ഓൾറെഡി തലേദിവസം രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീമുമാണ് സെർവ് ചെയ്തത്. കേക്ക് റെസിപ്പി ഞാൻ ഓൾറെഡി കുറച്ച് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊന്നും കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഡെസേർട്ടൊക്കെ കഴിച്ചു എല്ലാവരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കബൺ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കബൺ പാർക്കിലേക്ക് പോയി.
അങ്ങനെ ഞങ്ങൾ കബൺ പാർക്കിലെത്തി. അപ്പോൾ കബൺ പാർക്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം കുറച്ച് ആളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന്. പിന്നെ കുട്ടികളൊക്കെ കുറച്ച് കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു. അപ്പോൾ വിധാൻ സൗധ അവിടെ അടുത്ത് തന്നെയായിരുന്നു, വരുന്ന വഴിയിലായിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഹൈക്കോർട്ടും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് അവരൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വെച്ചു. ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ നടത്താൻ വിചാരിച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. പാർക്കിങ്ങിന് തന്നെ ഭയങ്കര ടൈം എടുത്തു. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയുക, സ്ട്രീറ്റ് ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും അവിടെ ഉണ്ട്. എല്ലാ മെറ്റീരിയൽസും എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ നമുക്ക് ബാർഗെയിനിങ് നമുക്ക് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും പറ്റിപ്പോവും, എന്തായാലും പെട്ടുപോകുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കന്നഡ ലാംഗ്വേജ് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. പക്ഷേ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മോൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സുകൾ ഉണ്ടാകും. എല്ലാവരുടെയും സജഷൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, അപ്പോഴാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്